തൃക്കപാലീശ്വരം ദക്ഷിണാമൂർത്തി ക്ഷേത്രം. ശിവായ ശിവമാർഗ്ഗം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ നിരണം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. 108 ശിവാലയങ്ങളിൽപ്പെട്ട 3 തൃക്കപാലീശ്വര ക്ഷേത്രത്തിൽ ഒന്നാണിത്. ഒന്ന് പെരളശ്ശേരി, മറ്റത് നാദാപുരവും. നിരണം തൃക്കപാലീശ്വര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ കിഴക്കോട്ട് ദർശനമായുള്ള ദക്ഷിണാമൂർത്തിയാണ്. അനവധി പ്രത്യേകതകൾ ഉള്ളതാണ് ഇവിടുത്തെ ശിവലിംഗം. ഹിമാലയത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം ശിലയിൽ തീർത്തതാണ് ഇവിടുത്തെ ശിവലിംഗം എന്ന് വിശ്വസിക്കപ്പെടുന്നു. തൃക്കപാലീശ്വരം ക്ഷേത്ര ദർശനം വിദ്യാസമ്പത്തിന് അതിവിശേഷമാണെന്ന് വിശ്വസിക്കുന്നു. അത്യന്തം സുന്ദരമായ ജീവൻ തുടിക്കുന്ന നന്ദി വിഗ്രഹം മറ്റൊരു പ്രത്യേകതയാണ്. താന്ത്രിക വിധിപ്രകാരം പ്രത്യേക പൂജകളും നേദ്യങ്ങളും ഈ ഋഷഭത്തിന് പതിവുണ്ട്. ഉപദേവതമാർ നന്ദികേശ്വരൻ, സപ്തമാതൃക്കൾ, ഗണപതി, ശാസ്താവ്, ശ്രീകൃഷ്ണൻ, നാഗരാജാവ്. ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ മാത്രം കാണുന്ന സപ്തമാതൃക്കളുടെ വിഗ്രഹ പ്രതിഷ്ഠ ഇവിടത്തെ പ്രത്യേകതയാണ്. ആദിപരാശക്തിയുടെ വിവിധ ഭാവങ്ങളാണ് സപ്തമാതൃക്കൾ. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയാണ് ഇപ്പോൾ ക്ഷേത്രം ഭരിക്കുന്നത്. ആധുനിക കാലത്ത് പുനർനിർമ്മിച്ചിരിക്കുന്നതാണ് ഇപ്പോഴത്തെ ക്ഷേത്രം. കണ്ണശ കവികളുടെ ആസ്ഥാനമാണ് ഈ പ്രദേശം. കണ്ണശ രാമായണം രചിച്ചത് ഇവിടെ നിന്നാണ്. ക്ഷേത്രത്തിന് സമീപത്ത് തന്നെ കണ്ണശ സ്മാരകവും ഉണ്ട്. കർക്കിടക മാസത്തിൽ ഇവിടെ കണ്ണശ രാമായണ പാരായണം പതിവുണ്ട്.